ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് എയർപോർട്ടിലേക്ക് പോവുകയാണ്. ആരെ വിളിക്കാൻ ഇടൂ? നമ്മൾ ആരെ വിളിക്കാൻ പോകണം? നമ്മള് പപ്പയെ വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ അമലു എത്തിയിട്ടുണ്ട്, അച്ചു എത്തി. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇനിയിപ്പോൾ പോവും. പിന്നെ നമ്മൾ വഴിയിൽ നിന്ന് ചേച്ചിയെ വിളിക്കണം. ചേച്ചിയും ധ്രുവലും ധൃതിയൊക്കെ അവർ റെഡി ആയിക്കോട്ട് നിൽക്കുന്നു. അപ്പം അവരെ വിളിച്ച് അങ്ങനെ നമ്മളെല്ലാവരും കൂടി പോവുകയാണ് പപ്പയെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ മുട്ടായിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ അച്ചു അമലു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവായിരുന്നു. പപ്പയെ വിളിക്കാൻ പോകാൻ കണക്കാക്കിയിട്ട് അപ്പോൾ അവർ നേരെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് റെഡിയായിട്ട് നമ്മളിപ്പോൾ ഇറങ്ങും. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ വണ്ടിയിൽ കാറ്റില്ല. അങ്ങനെ ടയറിൽ കാറ്റടിക്കാൻ വേണ്ടിയിട്ട് അച്ചു അമലും കൂടെ പോയി. അപ്പോൾ നമ്മളിതാ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര കണ്ണു തന്നെ വെയിലടിക്കും, കൊട്ട വെയിൽ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ദിവസമാണ് പപ്പയെ വിളിക്കാൻ പോവുക എന്നൊരു കാര്യം. അത് പണ്ട് തൊട്ടേ നമ്മൾ ആ കാര്യം എല്ലാവരും കുറേ ദിവസങ്ങൾ ഇങ്ങനെ എണ്ണും. ഇന്ന് ഇത്ര ദിവസമായി അത് കഴിയുമ്പോൾ നമുക്ക് പോവാം പപ്പയെ വിളിക്കാം. അത് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റാണ്. പക്ഷെ തിരിച്ച് കൊണ്ടാക്കണ കാര്യം എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. അയ്യോ, ആദ്യം കുഞ്ഞായിരുന്നപ്പം പപ്പ എത്ര നാളുണ്ടോ അമ്മ ഗൾഫിൽ? നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് പപ്പ ഗൾഫിലാണ്. അപ്പോഴത്തന്നെ നമ്മൾ ആ സമയത്തൊന്നും നമ്മൾ കൊണ്ടാക്കാൻ പോകില്ലായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സങ്കടം. നമ്മൾ വീട്ടിൽ നിന്ന് ടാറ്റ പറഞ്ഞ് അച്ചാച്ചന്മാരൊക്കെ ഇരുന്ന് കൊണ്ടാക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ വലുതായപ്പോൾ നമുക്ക് അറിയാറായി തുടങ്ങിയപ്പോൾ നമ്മളും പോകും കൂടെ പപ്പയെ കൊണ്ടാക്കാനായിട്ട് പോകും. പക്ഷെ എല്ലാവരും ഈ വണ്ടിയായിരുന്നു സൗണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഈ അച്ചു ആയാലും അമലു ആയാലും ഇവരെല്ലാവരും വിളിച്ചുകൊണ്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വണ്ടി നിറയെ ആളായിരിക്കുക. അങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫോണിലൊരു കോൾ വന്നു. പിന്നെ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളിതാ എല്ലാവരും വണ്ടിയിലേക്ക് കയറി. നിഹാരം അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഉറങ്ങി. ഇനി നമുക്ക് ചേച്ചിയെയും ധ്രുവനെയും ധൃതിയും കൂടി വിളിക്കണം. അങ്ങനെ നമ്മളിതാ ചേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും അതുപോലെ വിറകുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളെല്ലാം ചേച്ചിയുടെ വീട്ടിൽ ഇറക്കിയിട്ട് നമ്മളിതാ എല്ലാവരും കൂടി പോവുകയാണ്. കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഒരു 6:30-7 മണി സമയമാകുമ്പോഴാണ് എയർപോർട്ടിൽ എത്തുമെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മളെല്ലാം നേരത്തെ തന്നെ ബ്ലോക്ക് അങ്ങനെ പോയാലെന്ന് വെച്ചിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പോൾ ധ്രുവലും ധൃതിയും നിഹാരയൊക്കെ കണ്ട ഒരു സന്തോഷത്തിലാണ്. ഇപ്പോൾ നമ്മുടെ കാറ് നിറയെ ആളാണ്. ഇനി പപ്പ എവിടെ എത്തിക്കൊണ്ട് വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പോവുകയാണ്. കണ്ടോ, ചേച്ചി അനിയത്തി ഇവിടെ ഉമ്മയായി ബഹളം, എന്തൊക്കെ സ്നേഹപ്രകടനങ്ങളാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവരിപ്പം കണ്ടിട്ട് കുറച്ച് നാളായി, ഒരു 3 മാസത്തിൽ കൂടുതലായി അവർ നേരിട്ട് കണ്ടിട്ട്. നമ്മൾ എത്തിയപ്പോൾ കുറച്ച് നേരത്തെ ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ശംഖുമുഖം ബീച്ചും പരിസരവും ഒക്കെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് കരുതി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നേരത്തെ ഇറങ്ങിയത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് ഡിലേ കാര്യങ്ങൾ വന്നു. കാരണം വണ്ടിക്ക് കാറ്റ് കുറവുണ്ടായിരുന്നു. അപ്പോൾ കാറ്റൊക്കെ അടിച്ചിട്ട് വന്നു. അതിന് ശേഷം ചേച്ചിയൊക്കെ അവിടെ വിറവും കാര്യങ്ങളൊക്കെ ഇറക്കി. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമുക്കൊരു പേടിയായി. ഇനി നമുക്ക് സിറ്റിയിലോട്ട് പോകുമ്പോൾ ബ്ലോക്കായി പോവും, പിന്നെ ഡിലേ ആവുമോ എന്ന് വെച്ചിട്ട് നമ്മൾ കൂടെ വിട്ടിങ്ങ് പോന്നു. നമ്മൾ ഷോപ്പിങ്ങിന് കാര്യങ്ങളിലൊന്നും നിന്നില്ല. അങ്ങനെയാണ് നമ്മളിതാ ഇപ്പോൾ ശംഖുമുഖത്തേക്ക് ഇറങ്ങിയത്. കാരണം 3 പേർക്കും, നിഹാരയ്ക്കായാലും ധ്രുവനായാലും ധൃതിക്കായാലും ഈ കറങ്ങി നടക്കുക എന്നുള്ള ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇവർ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ച് എല്ലായിടവും കണ്ട് കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ പപ്പയെ വിളിക്കുന്ന സമയമാവും. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് തോന്നി. പിന്നെ സിറ്റിയിൽ അവിടെ ഒന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോയാൽ മതിയല്ലോ, എയർപോർട്ടിലേക്ക് വലിയ ദൂരവും ഇല്ല. അപ്പോൾ നമ്മൾ സേഫ് സോണിലാക്കി നിൽക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മളിതാ ഇവിടെ വന്ന് നിന്നത്. പിന്നെ ബീച്ചിലേക്കൊന്നും പോയില്ല. കാരണം വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഈ 3 പേരും വെള്ളത്തിലിറങ്ങി കുളിച്ച് പിന്നെ കയറി വരത്തില്ല, അവിടെ തന്നെ നിന്ന് കളിക്കും. അതുകൊണ്ട് ഇതാ കണ്ടോ, ഇപ്പോൾ തന്നെ വീണ്. ഇങ്ങനെയൊക്കെയാണ്. ഇവരെയൊന്നും കുറച്ച് നേരം ഒരു സ്ഥലത്ത് നിർത്താൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം, അവിടെ നിരുന്ന് നിരങ്ങി പോകുന്ന പോക്ക് വേണം. ഇതൊക്കെയാണ് അവസ്ഥ. അങ്ങനെ നമ്മൾ അവിടെ കളിച്ച് കഴിഞ്ഞ് എയർപോർട്ടിലെത്തി. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മളെത്തി. ഒരു 7:10 ആയപ്പോൾ പപ്പ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമയമൊന്നും ഡിലേ വന്നില്ല. നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. ഇനി പപ്പയെ കണ്ടിട്ടുള്ള ഇവരുടെ എക്സ്പ്രഷൻസാണ്, ഈ 3 പേരുടെ എക്സ്പ്രഷനാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കുന്നത്. കാരണം പപ്പ പോയിട്ട് ഇപ്പോൾ 1 വർഷമായി. കഴിഞ്ഞ ഓണത്തിലാണ് പപ്പ വന്നത്. അപ്പോൾ അങ്ങനെ വരികയാണ്. അപ്പം ധ്രുവൽ മുന്നേ ഓടി പോവുകയാണ് പപ്പയെ കണ്ട ഉടനെ തന്നെ. പപ്പയെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി പോവുകയാണ് ധ്രുവൽ.
നിഹാരയും ധൃതികയും അങ്ങോട്ടേക്ക് ബാക്കിലോട്ടൊന്ന് പിൻവലിഞ്ഞു. പക്ഷെ നോക്കി രണ്ടുപേരും നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. പക്ഷെ ധ്രുവലതാ ഓടിപ്പോയി പപ്പയെ കെട്ടിപ്പിടിച്ചു. നിഹാരതാ തിരിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ധൃതിയും തിരിഞ്ഞിരിക്കുകയാണ്. അവൾ അച്ഛൻ വന്നപ്പോഴും നിഹാര ഇതുപോലെ തന്നെ തിരിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ധൃതി നോക്കണുണ്ട് നിഹാര ചേച്ചി പപ്പ വന്ന് എന്നുള്ള ഭാഗത്ത് നോക്കണുണ്ട്. പക്ഷേ ധൃതി അങ്ങോട്ട് ചെല്ലത്തില്ല. പക്ഷെ നിഹാരയ്ക്ക് പോണമെന്നുണ്ട്. പക്ഷെ ഒരു ചങ്ക അങ്ങനെ നിഹാര ചാടി വീണിട്ട് തോളി ചാഞ്ഞിരിക്കുകയാണ്. പക്ഷെ ധൃതി ചേച്ചി അള്ളിയാൽ പിടിക്കുകയാണ്. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും പപ്പയെ കണ്ട ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എന്ന് വീഡിയോ കോൾ വിളിച്ച് ഇവരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. ധ്രുവൽ ചാടി പോവുകയാണ്. അവർ രണ്ടുപേരും എടുത്തപ്പോൾ ഇനി ഞാനൊന്നും പറഞ്ഞിട്ട് കയ്യിലോട്ട് പിടിക്കുന്നുണ്ട്. ഈ സമയത്തോടെ അച്ചു നിന്ന് ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു. മതി പിള്ളേരെയൊക്കെ താഴെ ആക്ക്, പപ്പ ഇനി എന്നെ എടു പപ്പ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ അവനെ എടുത്തായിരുന്നു അച്ചുവിനെ. പക്ഷെ ആ ഒരു ഈ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളെല്ലാവരും കൂടെ വണ്ടി കയറി. പക്ഷേ അങ്ങോട്ട് പോയതിനേക്കാളും സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോൾ നമുക്ക് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നെങ്കിലും കാരണം ധൃതിയൊക്കെ ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിലുള്ള ബഹളം കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി കഴിച്ചു. അച്ചു അമലും ധ്രുവലും ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ ഫ്രൈഡ് റൈസും ബീഫ് കറിയും വാങ്ങി. ഞാനും ചേച്ചിയും ചിക്കൻ നൂഡിൽസാണ് വാങ്ങിച്ചത്. അമ്മ പൊറോട്ടയും ബീഫും, പപ്പ കിഴങ്ങും അതുപോലെ തന്നെ ബീഫുമാണ് വാങ്ങിച്ചത്. പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും വരുന്നതിന് മുമ്പ് തട്ടി തുടങ്ങി. പിന്നെ വീട്ടിൽ കൊടുക്കുകയാണെന്നുകൊണ്ട് സമയം എനിക്കൊന്നും കിട്ടിയില്ല. വീട്ടിൽ വന്ന് കയറിയില്ല. ഇനി പെട്ടിപ്പൊട്ടിക്കുന്ന ചടങ്ങിലേക്കാണ് നടന്നിരിക്കുന്നത്. കാരണം ഈ 3 പേരും വന്നുടനെ പപ്പ മുട്ടായി താ എന്നുള്ള വിളിയായി, ബഹളായി. ഓരോരുത്തരും ഓരോരോ മുട്ടായി കവറുമായിട്ട് എടുക്കാൻ പറ്റാത്ത രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇത് നിനക്ക് ഇതൊക്കെ പറഞ്ഞതാ ബഹളം തുടങ്ങി. ധ്രുവൻ്റെ കയ്യിലൊരു മുട്ടായി കൊണ്ട് കൊടുക്കും, അത് തിരിച്ചെടുത്തുകൊണ്ട് വരും. അങ്ങനെ എല്ലാ മുട്ടായിയും അടുക്കി ശേഖരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ധൃതി നോക്കുന്നുണ്ട്. അതിൻ്റെ ധ്രുവലൊക്കെ ലേസൊക്കെ എടുത്ത് വെച്ച് പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി. ഈ 3 പേരെ ബഹളം കണ്ടിട്ട് നമ്മളെല്ലാവരും നിൽക്കണം. അതിൻ്റെ ഇടയിലാണ് ചേച്ചിക്ക് പപ്പ പുതിയ ഫോൺ കൊണ്ട് കൊടുത്തത്. അടുത്ത ബഹളം ചേച്ചിയായി. ഈ മുട്ടായി കണ്ട പിള്ളേരെക്കാളും ബഹളമായിരുന്നു ചേച്ചി ആ ഫോൺ കണ്ടപ്പോൾ. ഫോൺ കവറുമായിട്ട് ചേച്ചിയുടെ തുള്ളിച്ചാട്ടവും ബഹളങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ പഴയ ഫോൺ നശിച്ച് ബോധം കെട്ടിരിക്കുകയായിരുന്നു. അത് പപ്പ കൊണ്ട് കൊടുത്തത് തന്നെയാണ്. അപ്പോൾ അത് നശിച്ചു. അപ്പോഴാണ് പപ്പ പുതിയ ഫോൺ കൊണ്ടു കൊടുത്തത്. അതിൻ്റെ ഡാൻസും ബഹളങ്ങളാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ പപ്പ 2 പേർക്കും, ധൃതിക്കും അതുപോലെ തന്നെ നിഹാരയ്ക്ക്, വീട്ടിലുള്ള 2 പെൺകുട്ടികൾക്ക് പപ്പ 2 സാധനങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട ഉടനെ കൈ വെച്ച് ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുന്നു പറയാം. അങ്ങനെ 2 പേർക്കും സർപ്രൈസായിട്ട് പപ്പ കമ്മൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്മലാണ് 2 പേർക്കും ഒരേ മോഡലിലാണ് കേട്ടോ. ഭീമയെന്നാണ്. അപ്പോൾ നിഹാർ ആദ്യമേ എടുക്കുകയാണ്. ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇടട്ടെ എന്നുള്ള ഭാഗത്തിൽ എടുക്കാൻ വേണ്ടി ഞാൻ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ധൃതി അതും കൊണ്ട് മുറിയിലേക്ക് ഓടി. അങ്ങനെ ഞാൻ അവരെ നിന്നൊക്കെ വാങ്ങിച്ച് നോക്കുകയാണ് നമ്മളെല്ലാവരും. ആ കമ്മൽ മോഡലൊക്കെ എങ്ങനെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ കയ്യിൽ പോലും തരണില്ല. വേണ്ട, 2 പേരും വീണ്ടും അതിലേക്ക് തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ 2 പേരും ഹാപ്പിയായി. ഈ 2 പേർക്കും ഈ കമ്മൽ, മാല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ അച്ഛനെയും അമലുവിനെയൊക്കെ കൊണ്ടുപോയി കാണിക്കുകയാണ്. മുട്ടായി ഇനി തിരിച്ചെടുത്തോ, ഞങ്ങൾക്ക് കമ്മൽ കിട്ടിയെന്ന് പറഞ്ഞ് അമലുവിന് പോയി മുട്ടായി കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ധ്രുവലിന് പപ്പ കളർ പെൻസിൽ കൊണ്ടുവന്നു. വാട്ടർ കളറും അല്ലാത്ത സ്കെച്ച് പെന്നും അങ്ങനെ അതിൻ്റെ ഒരു ബോക്സ് തന്നെ കൊണ്ടുവന്നു. ധ്രുവലിന് പടം വരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പടം വരയ്ക്കുക, കളർ അടിക്കുക, അതൊക്കെ. അപ്പോൾ ധ്രുവലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കിട്ടിയപ്പോൾ ധ്രുവൽ അതിലേക്ക് വീണിരിക്കുകയാണ്. ഇത് 2 കമ്മൽ ഒരേപോലത്തെ കമ്മലാണ് കേട്ടോ. അതുകൂടി ഒന്ന് കാണിക്കാം. അതിനകത്ത് കണ്ടോ പല ടൈപ്പ് കളേഴ്സാണ് ഉള്ളത്. ധ്രുവൽ ഹാപ്പിയായി. ധ്രുവലിന് ഇനി ഒന്നും വേണ്ട. ധ്രുവൻ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ഇതെല്ലാം ഇങ്ങനെ വരച്ച് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിഹാരയും ധൃതിയും അങ്ങോട്ട് പോവുകയാണ് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെട്ടി ഓരോന്നോരോന്നായി പപ്പ പൊട്ടിക്കണം. പപ്പയ്ക്കൊന്നും വന്നിട്ട് ഇരിക്കാനോ റെസ്റ്റ് എടുക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. അതിനിടയ്ക്ക് പൊട്ടിക്കണം. അമ്മയ്ക്ക് 2 ഫ്രൈ പാൻ കിട്ടി. ആ സന്തോഷത്തിലാണ് അമ്മ അതിനെയൊക്കെ എടുത്തിട്ട്. അപ്പം നിഹാരയ്ക്ക് പപ്പ ഉണ്ടോ കളർ പെൻസിലാണിത്. കാരണം പപ്പയ്ക്ക് അറിയാം ധ്രുവലിന് ഇത് കണ്ടു കഴിഞ്ഞാൽ നിഹാര ഇനി അതിന് വേണ്ടിയിട്ട് പിടിക്കുമെന്ന്. അങ്ങനെ നിഹാരയും കളർ പെൻസിൽ കൊണ്ടുവന്നു.
ഇത് അച്ചുവിന് കൊണ്ടുവന്ന വാച്ചാണ്. അങ്ങനെ അച്ചു അതിനെടുത്ത് കെട്ടുകയാണ്. പിന്നെ എനിക്കും ചേച്ചിക്കും അതുപോലെ രഞ്ജനാൻറ്റിക്കും രേണി ആൻറ്റിക്കും നമുക്ക് എല്ലാവർക്കും പപ്പ വാച്ചുണ്ടെങ്കിൽ ഏതൊക്കെ സാധനങ്ങളാണ് ഓരോന്നോരോന്നായിട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ധൃതി റൂമിൽ കയറി എന്തൊക്കെയോ വാരി ഇടുന്നു, പെട്ടിന്ന് ഓരോന്നോരോന്നായി വാരി ഇട്ട് നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ അതെന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവരിങ്ങനെ അല്ലിക്കാരുടെ ഇത് മണിമാല മുത്തുമാല പറയുന്ന പോലെ ഓരോന്നോരോന്നായിട്ട് ഓരോരുത്തരായിട്ട് എടുത്ത് കാണിച്ചിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഈ ഗൾഫിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ വെട്ടിക്കലാണല്ലോ മെയിൻ പരിപാടി. അങ്ങനെ ഓരോരുത്തരായിട്ട് അവിടെ പൊട്ടിപ്പം ബഹളം നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ പുതിയ വീഡിയോയുമായി വരുന്നവരെ ടാറ്റ, ബൈ ബൈ.